പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്നത്തെ ഖുത്ബയുടെ പ്രമേയം നിങ്ങൾ ശ്രദ്ധിച്ചോ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എളുപ്പത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരാൾ മുസ്ലിമാകുന്നത് കൊണ്ട് അയാൾ പ്രയാസപ്പെടുന്നില്ല, പ്രതിസന്ധിയിലകപ്പെടുന്നില്ല. ഇന്ന ദീന യുസ്റുൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എളുപ്പമാണ്. ചിലരെങ്കിലും മുസ്ലിം ആയാൽ, പള്ളിയിൽ പോയാൽ, ഉസ്താദ് ആയാൽ പ്രയാസപ്പെടുമോ, കുടുങ്ങിപ്പോകോ? തെറ്റിദ്ധാരണയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സത്യമാണെന്നതിൽ ഒരു മുഅ്മിനിനും ഒരു വിശ്വാസിക്കും സന്ദേഹമില്ല. ആ യാഥാർത്ഥ്യം ഉള്ളതോടൊപ്പം തന്നെ ഖുർആൻ പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധ പരിവർത്തനമില്ല. ഒരാളെ നിർബന്ധിച്ച് മുസ്ലിമാക്കേണ്ട ആവശ്യവുമില്ല. കാരണം എന്താണ്? വിശുദ്ധമായ ഇസ്ലാം തുറന്നു വെച്ച പുസ്തകമാണ്. ആർക്കും എപ്പോഴും പഠിക്കാം, വിലയിരുത്താം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫമൻ ശഅ ഫൽയുമിൻ വമൻ ശഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനാണ്. ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മറിച്ച് വിജയിച്ചവരാരാണ്, പരാജയപ്പെട്ടവരാരാണ്, അതൊക്കെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ തീരുമാനമാകും. ഇവിടത്തെ നിയമം അനുസരിച്ച് ആവശ്യമുള്ളവർ വിശ്വസിച്ചു കൊള്ളട്ടെ, അല്ലാത്തവർ അവിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ബേസിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് മതത്തിന്റെ നിയമം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഇസ്ലാം സത്യമാണ്, കൃത്യമാണ്, സ്പഷ്ടമാണ്, ഇത് തിരിച്ചറിഞ്ഞ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതോടുകൂടെ അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുകയാണ്. എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ മുഅ്മിനാകുന്നതോടുകൂടെ ഇന്നു ജനിച്ച കുഞ്ഞിനെ പോലെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഇന്നദ്ദീന യുസ്റുൻ, ഇസ്ലാം എളുപ്പമാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ തന്നെ നോക്കൂ നിങ്ങൾ, മതത്തിന്റെ ഓരോ നിയമങ്ങളും എളുപ്പമുള്ളതാണ്. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും മതത്തിൻ്റെ അകത്തില്ല. നമുക്ക് ഗുണകരമായത് മാത്രമേ ഉള്ളൂ. നമുക്ക് അനുഗുണമായത്, നമുക്ക് പ്രതികൂലമായത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് വിഷയങ്ങൾ എടുത്തു പരിശോധിച്ചാലും നിങ്ങൾക്കത് വ്യക്തമാകും. വിശദീകരിക്കേണ്ട സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. വിശുദ്ധമായ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ പോലും യാത്രക്കാരനാണോ നിസ്കരിക്കണം. പക്ഷേ ജംഉം കസറുമാക്കാനുള്ള എളുപ്പമാർഗങ്ങളുണ്ട്, ജംഉം കസറാക്കാനുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിശുദ്ധമായ നിസ്കാരത്തിന് അങ്ങ് ശുദ്ധി എടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരാൾ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ശുദ്ധീകരിക്കാൻ വെള്ളമില്ലെങ്കിൽ കല്ലുപയോഗിക്കാവുന്നതാണ്. ഇൻ കേസ് കല്ല് ലഭിക്കുന്നില്ലെങ്കിൽ നജസ് വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള മുഹ്തറമല്ലാത്ത ഏതു പദാർത്ഥങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടാവുന്നതാണ്. പ്ലെയിനിൽ യാത്ര പോവുകയാണ്, അവിടെ ബാത്റൂമിൽ നമുക്ക് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാമെന്ന് നമ്മുടെ മതം നേരത്തെ പറയുകയാണ്. ഇനി കേസിന് വധു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ ആ സമയത്തിന്റെ ഹുർമത്ത് ബാധിച്ച് ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, കഴിയുന്ന വിധത്തിൽ നിസ്കരിക്കാമെന്നും പിന്നീട് ആ നിസ്കാരം മടക്കിയാൽ മതിയെന്നും എത്ര എളുപ്പത്തിന്റെ മാർഗമാണ് പ്രിയപ്പെട്ടവരെ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്താലും കൃത്യമാണ്. വിശുദ്ധമായ മതത്തിന്റെ മുആമലാത്താകട്ടെ, ബിസിനസ് രംഗങ്ങളാകട്ടെ, മുനാക്കഹാത്താകട്ടെ, വൈവാഹിക ജീവിതമാകട്ടെ, മറ്റുള്ള ജിനായാത്താകട്ടെ, ക്രിമിനൽ വിഷയങ്ങളാകട്ടെ, എല്ലാം യുക്തിഭദ്രമാണ്, കൃത്യമാണ്, സ്പഷ്ടമാണ്. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും, എന്തിനാ ഇസ്ലാമിൽ ത്വലാഖ് എന്ന്? പ്രിയപ്പെട്ട സഹോദര, അതൊരു എമർജൻസി എക്സിറ്റ് ആണ്. ത്വലാഖ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. മുത്തനബി പറയുന്നുണ്ട്, അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും പടച്ചറബിന് വെറുപ്പുള്ള കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അത് എമർജൻസി എക്സിറ്റാ എന്ന് കരുതി എപ്പോഴും തുറക്കാൻ പറ്റൂലല്ലോ. അത് അനിവാര്യമായ ഘട്ടങ്ങളിൽ ഒരു സാധ്യതയുമില്ല, എല്ലാ വഴി അടയുമ്പോൾ അവസാനമായി തുറക്കാനുള്ളതാണത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫയർഫോഴ്സ് ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങ് തീ പിടിക്കണം എന്ന് ആരും പറഞ്ഞില്ല. എവിടെയെങ്കിലും തീ പിടിച്ചാൽ ഫയർഫോഴ്സ് ഉപയോഗപ്പെടുത്തണം. ഫയർഫോഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തീ കൊടുത്തോളൂ, തീ കത്തിച്ചോളൂ എന്നാരും പറയാറില്ല. എത്രത്തോളം രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയാണെങ്കിൽ പോലും ഇംപീച്ച്മെന്റ് ആവശ്യഘട്ടത്തിൽ രാഷ്ട്രപതിയുടെ സ്ഥാനം പോലും ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ച് നമുക്ക് പിൻവലിക്കാനും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനും കഴിയും. അതൊക്കെ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന് കരുതി ഇസ്ലാമിന് ത്വലാഖില്ലേ എന്നൊക്കെ പറഞ്ഞ് അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാത്ത ചിലരെങ്കിലും ഉന്നയിക്കുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എളുപ്പമാർഗമാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിന്റെ നിയമങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല മുഅ്മിനായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളെ അടിമകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.